അറേബ്യയിലെ നോർവേ ലോകത്തിലെ തന്നെ ഏക മരുഭൂ ഉൾക്കടലുകളുടെ നാട്. ഒമാനിലെ കസബിന് ഇങ്ങനെ നിരവധി വിശേഷങ്ങളുണ്ട്. കാണാം കസബിലെ കാഴ്ചകൾ. ഒമാൻ ഇറാൻ അതിർത്തി പങ്കിടുന്ന ഹോർമൂസ് കടലിടുക്ക്, ചെറുദ്വീപുകളും ചിതറിക്കിടക്കുന്ന പാറക്കൂട്ടങ്ങളുമുള്ള കടൽ, സഞ്ചാരികൾക്കും ഗവേഷകർക്കും പ്രിയങ്കരമായ പ്രദേശം. കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളം, നീന്തിത്തുടിക്കുന്ന മത്സ്യങ്ങളെ അടുത്തു കാണാം. വെള്ളത്തിന് മുകളിലേക്ക് കുതിച്ച് ചാടിക്കളിക്കുന്ന ഡോൾഫിൻ കൂട്ടങ്ങൾക്കൊപ്പം സന്തോഷം കൊണ്ട് സഞ്ചാരികളും തുള്ളിച്ചാടും. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ജലയാനത്തിലുള്ള യാത്ര സ്വർഗീയമായ അനുഭവം തന്നെയാണ്. നിരവധി ടൂർ കമ്പനികളാണ് ദൗ സർവീസ് നടത്തുന്നത്. ഒമാന്റെ ഭാഗമാണെങ്കിലും കരമാർഗം കസബിലേക്ക് രാജ്യത്തു നിന്നും യാത്ര ചെയ്യാൻ കഴിയില്ല. UAE എത്തി വേണം കരമാർഗം കസബിലേക്ക് പോകാൻ. അല്ലെങ്കിൽ വിമാനത്തിലോ ദേശീയ ഫെറി സർവീസിലോ വേണം കസബിലെത്താൻ. വടക്കൻ ബാത്തീന ഗവർണറേറ്റിലെ ഷിനാസിൽ നിന്നുമാണ് ദേശീയ ഗതാഗത കമ്പനിയായ മുവസലാത്തിന്റെ ഫെറി പുറപ്പെടുക. സഞ്ചാരികളുടെ വാഹനവും ഫെറിയിൽ കൂടെ കൊണ്ടുപോകാം. യാത്രക്കാർക്കൊപ്പം വാഹനത്തിനു കൂടി ടിക്കറ്റ് എടുക്കണം. 4 മണിക്കൂറാണ് കടൽ യാത്ര. ഒമാൻ ഉൾക്കടലും ഹോർമൂസ് കടലിടുക്കും താണ്ടി കസബ് തീരമണയുമ്പോൾ ഭൂമിയിലെ സ്വർഗം ഇതുതന്നെയെന്ന് തോന്നിപ്പോകും. മുസണ്ടത്തിൽ നമ്മൾ 2 പാർട്ടാണ് വരുന്നത്. മുസണ്ടം ദിബ വരുന്നുണ്ട്, മുസണ്ടം കസബ് വരുന്നുണ്ട്. മുസണ്ടം ദിബയിലാണെങ്കിൽ 3 days ബിഫോർ നമ്മുടെ ഡോക്യുമെന്റ്സ് ബോർഡർ പെർമിഷനാണ് വരുന്നത്. അതുപോലെ മുസണ്ടം കസബിലാകുമ്പോൾ നമ്മൾ ഓൺ അറൈവൽ വിസ കിട്ടുന്നത്. ദുബായിലെ റെസിഡൻസി വിസക്കാർക്ക് ഇന്ത്യക്കാർക്ക് ഓൺ അറൈവൽ ഫ്രീ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മെയിൻ സീസൺ വരുന്നത് ഒക്ടോബർ ടു മാർച്ച് വരെയാണ്. മാർച്ച് ഏപ്രിലിന്റെ ഉള്ളിൽ നമുക്ക് മെയിൻ സീസണാണ്. UAE റാസൽ ഖൈമയിൽ നിന്നും കടൽ തീരത്തുകൂടിയാണ് റോഡ് മാർഗമുള്ള കസബ് യാത്ര. GCC റെസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് അതിർത്തിയിൽ വെച്ച് സൗജന്യമായി ഒമാൻ വിസ ലഭിക്കും. GCC രജിസ്ട്രേഷനുള്ള വാഹനവുമായാണ് യാത്രയെങ്കിൽ ഒമാനിൽ ഇൻഷുറൻസ് എടുക്കണം. അതിർത്തിയിലെ ചെക്ക് പോസ്റ്റ് മുതൽ കസബ് വരെയുള്ള 50 കിലോമീറ്റർ വളവും തിരിവും കയറ്റവും ഇറക്കവുമുള്ള പാത. ഒരു വശത്ത് അൽഹജർ പർവ്വതനിര, മറുഭാഗത്ത് അറേബ്യൻ ഉൾക്കടലിന്റെ തീരം. ഈ യാത്ര തന്നെ അവിസ്മരണീയമായ അനുഭവമാണ്. ബോർഡർ ക്രോസിങ്ങിന് ശേഷം ഉള്ള കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. ഒരു സൈഡിൽ സമുദ്രം ഒരു സൈഡിൽ മലയും ആയിട്ടുള്ള ഒരു അതിമനോഹരമായ ഒരു യാത്രയായിരുന്നു. അത് കഴിഞ്ഞാണ് ഞങ്ങളിവിടെ മുസാണ്ടം എത്തിയത്. മുസാണ്ടം ഡോ ക്രൂസ് അടിപൊളി, ഒന്നും പറയാനില്ല. ഒരു 2 മണിക്കൂർ നമുക്ക് ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. കസബിലെ ദൗ ക്രൂസ് യാത്രയിൽ സ്വദേശികൾ താമസിച്ച് മീൻ പിടിക്കുന്ന കുഞ്ഞു ദ്വീപുകൾ കാണാം. ഇവരുടെ സ്വകാര്യത ഉറപ്പാക്കാൻ പല ദ്വീപുകളിലേക്കും സഞ്ചാരികളെ പ്രവേശിപ്പിക്കില്ല. കടൽ യാത്രയിൽ വിസ്മയവും ചരിത്രവും ചേർന്ന മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. ടെലിഗ്രാഫ് ദ്വീപ്. പേരുപോലെ തന്നെ ആശയവിനിമയ രംഗത്തെ അത്ഭുതമാണ് ടെലിഗ്രാഫ് ദ്വീപ്. മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ആധുനിക ടെലികമ്മ്യൂണിക്കേഷൻ ലൈനിന്റെ പരീക്ഷണ കേന്ദ്രമായിരുന്നു ഇവിടെ. ഇന്ത്യയിലെ മുംബൈ നഗരം മുതൽ ഇറാഖിലെ ബസ്ര നഗരം വരെ നീളുന്ന കടൽ കേബിൾ ശൃംഖലകളെ ബന്ധിപ്പിക്കുന്ന ഇടം. ഇതിനാലാണ് ദ്വീപിന് ടെലിഗ്രാഫ് ദ്വീപ് എന്ന പേര് ലഭിച്ചത്. 1864 ഈ ദ്വീപ് ട്രാൻസ്മിഷൻ സ്റ്റേഷനായി മാറിയത്. പിന്നെ ടെലിഗ്രാഫ് ഐലൻഡിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇറാൻ ടു ഇന്ത്യയിൽ നിന്ന് കേബിൾ കണക്ഷൻ, നേരത്തെ ടെലിഗ്രാഫിക് ഐലൻഡ് കേബിൾ കണക്ഷൻ വന്നിട്ടുള്ളതാണ്. അതിവിടെയാണ് അതിന്റെ ഒരു ലൊക്കേഷൻ കൊടുത്തിട്ടുള്ളത്, ടെലിഗ്രാഫ് ഐലൻഡ് എന്ന് പറയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ യൂറോപ്യൻസ് വേൾഡ് വൈഡ് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒമാനില് ഈ മല കടലിടുക്ക് എന്ന് പറയും, ആ ഏരിയയിലാണ് ഇത് സ്ഥിതി ചെയ്യപ്പെടുന്നത്. टेलीग्राफ आइलैंड है। ये टेलीग्राफ आइलैंड का वो पहला ब्रिटिश का है। इधर से इंडिया, इजराइल और इराक में कम्युनिकेशन करता है, कनेक्शन देता है टेलीफोन का।
उधर से पूरा वो कंट्रोल करता है। ये टेलीग्राफ आइलैंड से, इसीलिए इधर का नाम हो गया टेलीग्राफ आइलैंड है। अब एंड इधर अभी वो ओमान का एरिया में आ गया। अभी वो स्विमिंग स्नॉर्कलिंग और करते हैं आदमी। യാത്ര ടെലിഗ്രാഫ് ദ്വീപിലെത്തിയാൽ സഞ്ചാരികൾക്ക് അവിടെ ഇറങ്ങാനും സ്നോർക്കിങ്ങിനും സൗകര്യമുണ്ട്. കടലിൽ ഇറങ്ങി അടിത്തട്ടിലെ വർണ്ണവിസ്മയങ്ങൾ കൺനിറയെ കാണാം. വർണ്ണ മത്സ്യങ്ങളുടെ മായിക ലോകമാണ് ഇവിടെ. മീനുകൾക്കൊപ്പം കടലിൽ നീന്താം. കടൽ യാത്രയ്ക്ക് പലതരത്തിലുമുള്ള പാക്കേജുകൾ കസബിൽ ലഭ്യമാണ്. अभी मोसंदम कसब में 4 फिशरमैन का विलेज है। एक का नाम काना है, दूसरा शैम्स है, तीसरा सीबी आइलैंड है एंड दूसरा मतलब नादिफी है। ये इधर बस कलर फिश है, डॉल्फिन है। मोसंदम में अच्छा व्यू है, माउंटेन भी है। माउंटेन के ऊपर सीबी आइलैंड में जाएगा तो 440 स्टेप्स है। आपको ऊपर उठेगा तो पूरा माउंटेन समुद्र देखने सकता है। കടൽ കാഴ്ചകൾ മാത്രമല്ല കസബിന്റെ സൗന്ദര്യം. സാഹസിക മലകയറ്റത്തിനും അവസരമുണ്ട്. പുരാതന ഫോസിലുകളും ചരിത്രാവശിഷ്ടങ്ങളുമുള്ള ജബൽ ഹരീമിലേക്കുള്ള യാത്രയും മറ്റൊരനുഭവമാണ്. ക്രൂയിസ് വിനോദസഞ്ചാരികളടക്കം പ്രതിവർഷം 2 ലക്ഷത്തോളം വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടമാണ് മുസണ്ടം. അതുകൊണ്ട് തന്നെ മുസണ്ടത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ പുരോഗമിക്കുകയാണ്. വിമാനത്താവളം അടക്കമുള്ള പദ്ധതികൾ 2028 രണ്ടാം പകുതിയോടെ യാഥാർത്ഥ്യമാകും. ടൂർ പ്രോഗ്രാം വരുന്നത് ഏകദേശം ഒരു ഒക്ടോബർ ജൂൺ മാസങ്ങളിലൊക്കെ ആയിട്ടാണ്, അതിൻ്റെ ഇടയ്ക്കാണ് വരിക. നമ്മളിവിടെ മെയിൻ ആക്ടിവിറ്റി ഉള്ളത് ഡോഗ് ക്രൂസ്, പിന്നെ മൗണ്ടൻ സഫാരി, ബീച്ച് ക്യാമ്പിങ്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഉള്ളത്. We come from Malaysia and I think Oman is a good place, and this ocean make me happy. കടലിനെ കസവുഞ്ഞൊറിയുന്ന കസബിന്റെ കാഴ്ചകൾക്ക് ശൈത്യകാലത്ത് സൗന്ദര്യം കൂടും. കടലും കരയും പതിവരാത്ത കാഴ്ചകൾ സമ്മാനിക്കും. GCCയിൽ നിന്നും മാത്രമല്ല യൂറോപ്പിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും അപ്പോൾ സഞ്ചാരികൾ ഒഴുകിയെത്തും. ചരിത്രവും സംസ്കാരവും ഇഴചേർന്ന അറേബ്യയുടെ നോർവേ അവരെയെല്ലാം ചേർത്തു പിടിക്കും. തിരിച്ചുപോയാലും കസബിലെ കാഴ്ചകൾ അവരുടെ കണ്ണിൽ നിന്നും മായില്ല.